സർക്കാരിൻ്റെ 4ാം വാർഷികവും മുഖ്യമന്ത്രി പിണറായിയുടെ 80ാം പിറന്നാളും ഒരുമിച്ച് വന്നു. 2016-ൽ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു തലേ ദിവസം വാർത്താ സമ്മേളനത്തിൽ ലഡു നൽകിക്കൊണ്ടായിരുന്നു ഭരണത്തുടക്കം. പിറന്നാൾ ആഘോഷമില്ലെങ്കിലും സർക്കാരിൻ്റെ 4ാം വാർഷികം കെങ്കേമമായി തന്നെ എല്ലാ ജില്ലകളിലും ആഘോഷിച്ചു. നവകേരളം പിറന്നു എന്നാണ് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും അവകാശവാദം. ആ രാജകുമാരിയുടെ ജന്മനാളാണെന്ന്, മാളികപ്പുരയിൽ ഉത്സവമാണെന്ന് നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. പനിനീരിൽ മുങ്ങിക്കേറി പഴങ്ങൾ നെയ്യിൽ ചൂടി പുലകാല പെണ്ണെ മുന്നിൽ വാ. ഒരു വല്ലം മുത്തും കൊണ്ടേ ഒരു വട്ടിപ്പൂവും കൊണ്ടേ ഒരു കുമ്പിൽ തേനും കൊണ്ടേ വാ. താമര കുളിരിന് തങ്ക നിലാവിന് താലമെന്നു പിറന്നാട് നാവേറും പാട്. പനിനീരിൽ മുങ്ങിക്കേറി പഴങ്ങൾ നെയ്യിൽ ചൂടി പുലകാല പെണ്ണെ മുന്നിൽ വാ. കേരളം ഊന്നുന്നത് ഒരു നവകേരളത്തെയാണ്. കഴിഞ്ഞ 9 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്ന് തുടർച്ചയായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. ആ മുന്നോട്ടേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് 2ാം ടേമിൻ്റെ 4 കൊല്ലം കഴിഞ്ഞു, 5ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു. ഇനിയുള്ള ഒരു വർഷം മാത്രമല്ല ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഒരു 10-20 വർഷക്കാലം ഈ കേരളത്തിലെ ലോകത്തിലെ അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ കാണുന്നത്. ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് ഇവന്റ്സ്. നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക, നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക. അവ പിന്നെ ഇന്നത്തെ വിജയം ആഘോഷിക്കട്ടെ. കേരളം ഈ സംസ്ഥാനം കണ്ട ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്കും കടക്കെണിയിലേക്കും കൂപ്പൂത്തിയിരിക്കുന്ന ഈ സമയത്താണ് കോടികൾ മുടക്കിയുള്ള ആഘോഷങ്ങൾ നടത്തുന്നത്. പണം എനിക്കൊരു പ്രശ്നമല്ല. നാം നേരത്തെ പറഞ്ഞിരുന്നത് സർവതലസ്പർശിയായ വികസനം, സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം, എല്ലാ മനുഷ്യനും വികസനത്തിൻ്റെ സ്വാദനുഭവിക്കണം. ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല, കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കുന്നുണ്ട്. തുടരുമെന്ന സിനിമാ പേര് കടമെടുത്താണ് സർക്കാരിൻ്റെ പരസ്യങ്ങളെല്ലാം. എന്നുവെച്ചാൽ 3ാം പിണറായി സർക്കാർ വരുമെന്ന്. EMSന് 3ാം ഊഴം പ്രവചിച്ച 77-ലെ പഴയ മുദ്രാവാക്യത്തിന്റെ ഗതിയാണ് പ്രതിപക്ഷം ഓർമ്മിപ്പിക്കുന്നത്. കേരളത്തിലെ ഇടതുപാട് ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. നാം ഒന്നുകൂടി കടത്തി പറയുന്നു, അതാണ് നവകേരളം. 77-ലെ CPM-ന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? 57-ൽ EMS, 67-ൽ EMS, 77-ലും EMS എന്നായിരുന്നു. 77-ൽ UDF ജയിച്ച എത്ര വോട്ടിനാ? ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷം 140-ൽ 111 സീറ്റോടുകൂടിയ UDF അന്ന് ജയിച്ചു വന്നത്. അന്ന് EMS കഷ്ടിയാണ് ആലത്തൂര് ജയിച്ചത്. ഇനി കിട്ടാതിരിക്കോടാ, എന്റെ തലേ കിട്ടും. എനിക്കങ്ങോട്ടും അപ്പൊ 57-ൽ EMS, 67-ൽ EMS, 77-ലും EMS എന്നുള്ള മുദ്രാവാക്യം പോലെയാണ് പിണറായി 3 എന്ന് പറയുന്നത്. അത് ഞങ്ങൾ തെളിയിക്കും. ഞങ്ങൾ 100 സീറ്റിലധികം നേടി തിരിച്ച് അധികാരത്തിൽ വരും. അതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപാട് ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ധരിക്കണ്ട. കേരളം 3ാം ഗവൺമെന്റിലേക്ക് ഇടതുപാട് ജനാധിപത്യ മുന്നണിയെ നയിക്കും, ഒരു സംശയവും വേണ്ട. എന്തായാലും ഞങ്ങൾ 5 കൊല്ലം തയ്ക്കും. 5 പോരെ സാർ, 60 കഴിഞ്ഞാൽ അധികാര രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്ന് പറയുന്നവർ നമ്മുടെ ശത്രുക്കളാണ്. എണീറ്റ് നടക്കാൻ വയ്യാതായാലും സാർ ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കണം. അതിനായിരിക്കും ഇനി എന്റെ ശ്രമം.